സ്ഥാനാർത്ഥി എന്താ നിങ്ങൾ പറഞ്ഞത്? സ്ഥാനാർത്ഥിയെ കുറിച്ച് നാടറിയുന്ന നാട്ടുകാരൻ സുനിലേട്ടൻ നയിക്കട്ടെ. എന്തുകൊണ്ടാണ് അദ്ദേഹം പുറകിൽ പോയതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നാടറിയുന്ന നാട്ടുകാരനെ കുറിച്ച് നിങ്ങൾ അന്തിക്കാട് അന്വേഷിച്ചാൽ മതി. ഇതാണ് ആ നാട്. നാടറിയുന്ന നാട്ടുകാരന്റെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന നാടറിയുന്ന നാട്ടുകാരന്റെ നാടാണിത്. ആ നാട്ടിലെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സാധാരണക്കാർ ഉപയോഗിക്കുന്ന ആശുപത്രിയിൽ രാത്രിയിൽ എമർജൻസി ലൈറ്റ് പിടിച്ച് രോഗികൾ ഇരിക്കുന്ന അവസ്ഥയുണ്ട്. അത് മാറ്റാൻ നാടറിയുന്നവന് സാധിച്ചിട്ടില്ല. ഡോക്ടർമാരും നഴ്സുമാരും രോഗികളും കെട്ടിടം തലയ്ക്ക് മുകളിൽ എപ്പ കെട്ടിപ്പൊളിഞ്ഞ് വീഴും എന്ന് പേടിച്ചിരിക്കുന്ന ഒരു ആശുപത്രിയുണ്ട്. അതിന്റെ അവസ്ഥ മാറ്റാൻ നാടറിയുന്ന നാട്ടുകാരന് സാധിച്ചിട്ടില്ല. നിന്നും ഒഴുകുന്ന കണ്ണീര് തുടയ്ക്കാൻ നാടറിയുന്ന നാട്ടുകാരന് സാധിച്ചിട്ടില്ല. അന്തിക്കാട് ആരംഭിച്ച പകൽ വീട് അവിടെ വയോജനങ്ങളെ കയറ്റി ഇരുത്താൻ അവർക്കത് ഉപകാരപ്രദമാക്കാൻ നാടറിയുന്ന സുനിലേട്ടന് സാധിച്ചിട്ടില്ല. തൊട്ടപ്പുറത്ത് കുട്ടികൾക്ക് വേണ്ടി പണി കഴിച്ച ടർഫ്, ആ ടർഫിന് വല കെട്ടാൻ കാല് കുഴിച്ചിട്ടതല്ലാതെ ആ ടർഫിന് ചുറ്റും വല കെട്ടാൻ സുനിലേട്ടന് സാധിച്ചിട്ടില്ല. നാടറിയുന്ന നാട്ടുകാരന് സാധിച്ചിട്ടില്ല. എന്തിനേറെ പറയുന്നു, നാടറിയുന്ന നാട്ടുകാരന്റെ വീടിന് മുമ്പിലെ റോഡ് പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും ആ റോഡ് നന്നാക്കാൻ നാടറിയുന്ന സ്ഥാനാർത്ഥിക്ക്, നാട്ടുകാരനായ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അന്തിക്കാട്ടെ കംഫർട്ട് സ്റ്റേഷനിലേക്ക് കാട് കയറിയത് വെട്ടിക്കളയാൻ നാടറിയുന്ന നാട്ടുകാരന് കഴിഞ്ഞിട്ടില്ല. കോൾ കർഷകരുടെ ഇരിപ്പൂ കൃഷിക്ക് അവരെ പ്രേരിപ്പിച്ചതല്ലാതെ അവർക്കുണ്ടായ നഷ്ടം നികത്തിക്കൊടുക്കാനും അവരെ സഹായിക്കാനും നാടറിയുന്ന നാട്ടുകാരന് സാധിച്ചിട്ടില്ല. നായകൻ ശ്രീ സുരേഷ് ഗോപിക്ക് അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയത് അവർ ഹരിത കുങ്കുമ പതാക എന്തുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് രേഖപ്പെടുത്തിയത് എന്നുള്ളത് അഭിമാനത്തോടെ ഞങ്ങൾ അന്തിക്കാടുകാരോട് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനൊന്നും കഴിയാത്ത എന്ത് നാട്ടുകാരനാണ് നാടറിയുന്ന നാട്ടുകാരൻ? ഇവിടുത്തെ വഴികൾ അറിയാമെന്നാണ് ഉദ്ദേശിച്ചത്. സ്വന്തം പഞ്ചായത്തിന് പ്രാഥമികമായ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അത് പൂർത്തിയാക്കാൻ സാധിക്കാത്ത